എന്നാണ്ട് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല മൊരിഞ്ഞ ചിക്കൻ ഫ്രൈ ആണ്. ഇത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ്. വെറുതെ സ്റ്റാർട്ടർ ആയിട്ടും കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാമിയോ. അങ്ങനെ നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാവേ. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ലെഗൻ ടൈപ്പ് പീസ് ആണ്. ലെഗൻ ടൈപ്പ് പീസ് എനിക്ക് കൂടുതലും ഫ്രൈക്കൊക്കെ ഇഷ്ടം കേട്ടോ. സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല ജ്യൂസി ആയിട്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം, പെരിഞ്ജീരകം പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, അത് വേണം, കുരുമുളക് പൊടി, മുളക് പൊടി, വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീരെടുക്കാം കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ പെരിഞ്ജീരകം വേണം. പെരിഞ്ജീരകം പൊടി ഉണ്ടെങ്കിലും പെരിഞ്ജീരകം കൂടെ ഇടാം കേട്ടോ, പൊടിയൊക്കെ കിട്ടാൻ നല്ലതാണേ. കോൺഫ്ലോർ വേണം, അരിപ്പൊടി വേണം, കുറച്ച് വെള്ളം, പിന്നെ ചില്ലി ഫ്ലേക്സ് വേണം. ഈ വറക്കുമ്പോൾ ആഡ് ചെയ്യാനായിട്ട് കറിവേപ്പിലയും കൂടെ. അപ്പോൾ ഇത്രയാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം നമുക്ക് ചിക്കൻ നന്നായിട്ട് സ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അകത്തേക്ക് പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇങ്ങനെ എല്ലാ പീസും ഒന്ന് സ്ലിറ്റ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാവേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പെരിഞ്ജീരകം ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്, ക്രഷ്ഡ് ചില്ലിയാണ് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പൊടികൾ ഇട്ടാലും ഇതുപോലെ ക്രഷ് ചെയ്തതും പെരിഞ്ജീരകം ഇടുമ്പോഴാണ് നമുക്ക് ആ മൊരി നന്നായിട്ട് കിട്ടും. കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട് 1.5 ടേബിൾ സ്പൂൺ. ഒന്ന് ബൈൻഡ് ചെയ്യാനായിട്ടാണ് കോൺഫ്ലോർ ഇട്ടിരിക്കുന്നത്, അതിന് പകരം മുട്ടയാണെങ്കിലും ചേർക്കാം കേട്ടോ. അരിപ്പൊടി ഇട്ടിട്ടുണ്ട് 1.5 ടേബിൾ സ്പൂൺ. അരിപ്പൊടി ഒരു ക്രിസ്പിനെസ് കിട്ടാനാണ്, ഇതിന് പകരം റവയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് അല്ലെങ്കിൽ വിനീഗർ ചേർക്കാം. ഈ വെള്ളമാണ്, വെള്ളം ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു ശകലം ആദ്യം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ നല്ല ഡ്രൈ ആണ്, അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ലാസ്റ്റ് എന്തോരം വെള്ളം ഒഴിച്ചെന്ന് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ ആണ് വെള്ളം ചേർത്തിട്ടുള്ളത് കണ്ടോ. ഇനി ഇതൊരു ഓവനായിട്ടോ അല്ലെങ്കിൽ ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും ഒന്ന് പിടിക്കാൻ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ഓവനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ടേ, നമുക്കിനി പീസസ് ഇട്ട് കൊടുക്കാം. ഓവർ ക്രൗഡ് ചെയ്യണ്ട, നിങ്ങളുടെ പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ച് കുറച്ച് മാത്രം പീസസ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ 3 ഇടുന്നുള്ളൂ ഇതിന്. ആ ഉള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, പുറം ഭാഗം മാത്രം കരിഞ്ഞു പോവും, അകം വെന്തിട്ടുണ്ടാവില്ല. നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതെടുക്കാറായിട്ടോ. എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഇച്ചിരി കറിവേപ്പില ഇടാവേ. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരാം.
അങ്ങനെ നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തരാം. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.